നന്മയുടെ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ വിത്തുകൾ പാകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രവാസികൾ കുടുംബ കൂട്ടായ്മയുടെ കുടുംബ സംഗമം. അടുത്ത കാലത്ത് നമ്മൾ പ്രവാസികൾ കുടുംബത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞ് ഒട്ടനവധി നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് മൺമറഞ്ഞു പോയ ഒട്ടനവധി സഹോദരങ്ങളുണ്ട്. അവരൊക്കെ ഇത്തരത്തിൽ ഒരു നിമിഷം നമ്മൾ അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഉദ്ഘാടന സെഷൻ തുടരുന്നു. ഇതിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ പ്രിയങ്കരനായ നമ്മൾ പ്രവാസികൾ കുടുംബ കൂട്ടായ്മയുടെ അഡ്മിനും ഏത് സമയത്തും ബന്ധുമിത്രാദികളെ എപ്പോഴും തൊട്ടിലെത്തുന്ന പ്രിയപ്പെട്ട നാസിർ താണിക്കാടിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സുദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം ഈ സമയത്ത് ആരും ആഗ്രഹിക്കുന്നില്ല, ഞാനും ആഗ്രഹിക്കുന്നില്ല. ആദ്യമേ ഞങ്ങളുടെ എല്ലാം എളിയ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നാടായ ഈ തുഞ്ചന്റെ മണ്ണിലേക്ക് വന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നിടത്തും ഞങ്ങളുടെ പ്രത്യേക നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ സാമൂഹിക നവോത്ഥാന മണ്ഡലങ്ങളിൽ നിന്നും നമ്മളെ കടയിലാക്കിക്കൊണ്ട് വയനാട് ദുരന്തം പോലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു. അതിലെല്ലാം ഒരുപാട് ജീവൻ പൊലിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അല്പസമയം മൗന പ്രാർത്ഥന നടത്താൻ എല്ലാവരും ഒരു മിനിറ്റ് സമയം എഴുന്നേറ്റ് നിൽക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രഭാത ശബ്ദം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാവുന്ന പ്രിയങ്കരനായ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അഡ്മിൻ ബാലകൃഷ്ണൻ നായർ അവർ തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം കഴിഞ്ഞ 2 വർഷക്കാലം മുൻപ് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയി. അദ്ദേഹത്തെ കൂടി ഈ സമയത്ത് നിങ്ങൾ സ്മരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മിനിറ്റ് മൗന പ്രാർത്ഥന. നന്ദി. ഈ നമ്മൾ പ്രവാസികളിൽ നന്മ നിറഞ്ഞ നമ്മുടെ കൂട്ടായ്മയുടെ മഹത്തായ 5ാമത് കുടുംബസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വയാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹത്തെ കുറിച്ച് വിശദമായി തന്നെ നമ്മുടെ അവതാരകൻ ഷരീഫ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനേക്കാൾ ഉപരി നമ്മുടെ സ്വാഗത പ്രസംഗകൻ നമ്മോട് പറയുകയുണ്ടായി. അതേക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അതേപോലെ തന്നെ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേരാൻ നിങ്ങൾ കാണിച്ച മനസ്സാണ് എൻ്റെ പ്രസംഗത്തിന് സാരം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ 5ാമത് പ്രസംഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ സിദ്ദീഖ് കൊടിയത്തൂർ അവരുടെ ക്ഷണിക്കുകയാണ്. സാമൂഹിക രംഗത്ത്